അങ്ങനെ ആശാരിച്ചക്കൻ്റെ ഒരു പ്രൊജക്റ്റും കൂടി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ നമ്മുടെ ക്ലൈൻ്റാണ് നദീം ബ്രോ. അദ്ദേഹം ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇതേ എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെക്കാളും കുറച്ചും കൂടി കൂടുതൽ അറിവുള്ള ആളാണ്. അതുകൊണ്ട് എല്ലാം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ 0.7 ഡെൻസിറ്റി ഉള്ള തോംസൻ്റെ WPC 3 ലെയറാണ് നമ്മൾ കാർക്കേസിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷട്ടേഴ്സിന് 0.7 ഡെൻസിറ്റി WPC എടുത്തിട്ട് 2 സൈഡിൽ ലാമിനേറ്റ് ഒട്ടിച്ചാണ്. അതേപോലെ തന്നെ ഷട്ടേഴ്സിനെല്ലാം നമ്മൾ 2mm എഡ്ജ് ബാൻഡ്, ഇൻസൈഡ് വന്നിട്ട് 0.8, ഏകദേശം 7 കളർ, വൈറ്റും ചേർത്തിട്ട് 7 കളർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടെ. എനിക്ക് ഭയങ്കര തിരക്കായത് കാരണം ഫുൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്കറിയുന്ന സുഹൃത്തുക്കൾ, ഹരിന്ന് ഇത്രയും ലോങ് പോയിട്ട് വർക്ക് എടുക്കുമ്പോൾ എങ്ങനെ മുതലാവുന്നുണ്ടോ, അത് നഷ്ടമാണോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കമ്പനി ഇപ്പോൾ പ്രസ്സിങ് ചാർജും കാര്യങ്ങളൊക്കെ WPCക്ക് ഭയങ്കര കൂടുതലാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം പോലും നമുക്ക് വാങ്ങണം കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോരോ വീഡിയോ ചെയ്തിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ തള്ളിമറിക്കൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോവുക. പിന്നെ നമ്മൾ ലാഭമൊന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഗ്രോത്തൊക്കെ മെല്ലെ ആയിരിക്കും. പക്ഷേ നമുക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഒരു കാര്യം. അല്ലാണ്ട് പാലക്കാട്, ഹോം ടൗൺ പാലക്കാടായ ഞാൻ കൊച്ചിയിലും ബാംഗ്ലൂരൊക്കെ പോയിട്ട് ഒരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കേണ്ട കാര്യം തന്നെയല്ലേ. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മളിത് കാണുന്ന എല്ലാവരുടെ കൊണ്ട് പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും വേണ്ടത് ലാഭമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും വേണ്ട. അപ്പോൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പിന്നെ മാൻ പവറൊക്കെ കുറച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പഠിച്ചതും ഈ വർക്കിലാണ്. 2 3 പേരിനെ നിർത്തിയിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ഫുള്ളായിട്ട് തീർത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ.